ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് 100 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. 1948 ഇസ്രായേൽ സ്ഥാപിതമായതിനു ശേഷം കണ്ട ഏറ്റവും രക്തരൂക്ഷിതവും ദൈർഘ്യമേറിയതുമായ ഇസ്രായേൽ പലസ്തീൻ പോരാട്ടമായി ഇത് മാറിയിട്ടുണ്ട്. എന്നാൽ യുദ്ധത്തിന് സമീപഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള തീർപ്പുണ്ടാകുമെന്നത് സംബന്ധിച്ച് യാതൊരുവിധ സൂചനയും പുറത്തുവന്നിട്ടുമില്ല. ഒരു മുന്നറിയിപ്പും കൂടാതെ 2023 ഒക്ടോബറിലായിരുന്നു ഇസ്രായേലിന്റെ പ്രതിരോധങ്ങളെ കാറ്റിൽ പറത്തി ഹമാസ് ആക്രമണം നടത്തിയത്. അപ്രതീക്ഷിതമായുണ്ടായ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഏറെയും സാധാരണക്കാരായിരുന്നു. തുടർന്ന് 250ഓളം ആളുകളെ തട്ടിക്കൊണ്ടുപോയി. തൊട്ടു പിന്നാലെ ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ചു. ഗാസയിൽ ആഴ്ചകളോളം കനത്ത ബോംബാക്രമണം നടത്തിയാണ് ഇസ്രായേൽ ഇതിന് മറുപടി നൽകിയത്. ഹമാസിനെ ഇല്ലാതാക്കണമെന്നതും അവർ ഇപ്പോഴും ബന്ദിയാക്കി വച്ചിരിക്കുന്ന തടവുകാരെ മോചിപ്പിക്കുക എന്നതുമാണ് യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് അവർ വ്യക്തമാക്കി. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗാസയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും തകർന്നു. യുദ്ധം ഇത്രത്തോളമായിട്ടും ഹമാസിന്റെ ഭാഗത്ത് കാര്യമായ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്നതും ബന്ദികൾ മോചിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതുമാണ് വാസ്തവം. 2024 യുദ്ധം നീളുമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണം ഇസ്രായേലിനെ അന്ധരാക്കി. ഇത് ഇസ്രായേൽ പൗരന്മാർക്കിടയിൽ പോലും നേതൃത്വത്തിനെതിരെ അതൃപ്തിക്ക് വഴിവെച്ചു. സൈന്യത്തിന്റെ യുദ്ധശ്രമങ്ങൾക്ക് പിന്നിൽ പൊതുജനങ്ങൾ അണിനിരന്നെങ്കിലും അത് അവർക്കേൽപ്പിച്ച ആഴത്തിലുള്ള ആഘാതത്തിന്റെ പ്രതിഫലനമാണ്. ഏറെ സന്തോഷമുള്ള ദിനമാണ് ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് ഒക്ടോബർ 7. എന്നാൽ ഹമാസിന്റെ ആക്രമണത്തിൽ ആളുകൾ വീടിനുള്ളിൽ തന്നെ കൊല ചെയ്യപ്പെട്ടു. സംഗീതോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയവർ ആക്രമിക്കപ്പെടുകയും കുട്ടികളെയും പ്രായമായവരെയും ഹമാസ് അനുകൂലികൾ മോട്ടോർ സൈക്കിളിലും മറ്റും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഹമാസ് ബന്ദികളാക്കി വച്ചിരിക്കുന്നവരുടെ ചിത്രങ്ങൾ പതിച്ച പോസ്റ്ററുകൾ ജനങ്ങൾ പൊതുനിരത്തിൽ ഉയർത്തി. ആളുകൾ ടീഷർട്ടുകൾ ധരിച്ച് നേതാക്കളോട് അവരെ വീടുകളിലേക്ക് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. ഇസ്രായേലി വാർത്താ ചാനലുകൾ തങ്ങളുടെ പ്രക്ഷേപണങ്ങൾ 24 മണിക്കൂറും യുദ്ധ കവറേജിനായി നീക്കിവച്ചു. ഗാസയിലെ മരണസംഖ്യ കുതിച്ചുയരുന്നതിനെക്കുറിച്ചും മാനുഷിക സ്ഥിതി വഷളാകുന്നതിനെക്കുറിച്ചും ചർച്ചയോ സഹതാപം പ്രകടിപ്പിക്കലോ വളരെ കുറവാണ്. യുദ്ധത്തിന് ശേഷമുള്ള ഗാസയെക്കുറിച്ചുള്ള പദ്ധതികൾ വളരെ അപൂർവമായാണ് പരാമർശിക്കപ്പെടുന്നത്. ശിക്ഷിക്കപ്പെട്ട ഇസ്രായേലി സുരക്ഷാ ഉദ്യോഗസ്ഥർ മാപ്പ് പറയുകയും യുദ്ധാനന്തരം രാജിവെക്കുമെന്ന് സൂചന നൽകുകയും ചെയ്തപ്പോഴും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധത്തിൽ ഉറച്ചുനിൽക്കുകയാണ്. തന്റെ പൊതുജനസമ്മതിയിൽ കുത്തനെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടും സർക്കാരിന്റെ വീഴ്ചകളെക്കുറിച്ച് മാപ്പ് പറയാനോ രാജിവെക്കാനോ അന്വേഷിക്കാനുള്ള ആഹ്വാനങ്ങളെ അദ്ദേഹം തീർത്തും എതിർത്തു. കഴിഞ്ഞ 15 വർഷമായി രാജ്യത്തെ നയിക്കുന്ന നെതന്യാഹു യുദ്ധത്തിന് ശേഷം അന്വേഷണം നടത്താനുള്ള സമയമുണ്ടെന്ന് പറയുന്നു. യുദ്ധം രാജ്യത്തെ വരും വർഷങ്ങളെ പിടിച്ചുകുലുക്കുമെന്ന് ചരിത്രകാരനായ ടോം സെഗേവ് പറഞ്ഞു. ചിലപ്പോൾ അത് അടുത്ത തലമുറകളോളം നീണ്ടു നിൽക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. 2007 ഗാസ ഹമാസ് ഏറ്റെടുത്തതിനെ തുടർന്ന് ഇസ്രായേലും ഈജിപ്തും ഏർപ്പെടുത്തിയ ഉപരോധത്തിൽ ഒക്ടോബർ 7 മുൻപും അവസ്ഥ പരിതാപകരമായിരുന്നു. ഇന്ന് ഈ പ്രദേശം തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം തകർന്നിരിക്കുന്നു. ആധുനിക ചരിത്രത്തിലെ ഏറ്റവും തീവ്രമായ ബോംബാക്രമണമാണ് ഇസ്രായേൽ നടത്തിയതെന്ന് വിദഗ്ധർ പറയുന്നു. മരണസംഖ്യ ഇതിനോടകം തന്നെ 23,000 കടന്നതായി ഗാസയിലെ ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. പലസ്തീൻ ജനസംഖ്യയുടെ 1% വരുമിത്. ഹമാസിന്റെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ലെബനനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിനെ ആക്രമിച്ചു തുടങ്ങി. ഇത് ഇസ്രായേലിന്റെ പ്രതികാരം കൂട്ടി. യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിൽ സിവിലിയൻ ചരക്ക് കപ്പലുകൾക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തി. ഇറാൻ പിന്തുണയുള്ള ഭീകരവാദികൾ ഇറാഖിലും സിറിയയിലും US സേനയെ ആക്രമിച്ചു. അക്രമം നിയന്ത്രിക്കാൻ അമേരിക്ക മെഡിറ്ററേനിയൻ ചെങ്കടൽ എന്നിവിടങ്ങളിലേക്ക് യുദ്ധക്കപ്പലുകൾ അയച്ചിട്ടുണ്ട്. യുദ്ധം തുടരുകയും മരണസംഖ്യ ഭീമമായി ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ യുദ്ധം എന്നവസാനിക്കുമെന്നത് സംബന്ധിച്ച് ഒരു സൂചനയും ലഭിച്ചിട്ടുമില്ല. ഗാസയിൽ ദീർഘകാല സൈനിക സാന്നിധ്യം നിലനിർത്താനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. പുനർനിർമ്മാണത്തിന് വർഷങ്ങൾ സമയമെടുക്കും. അതിന് ആര് പണം മുടക്കും എന്നതിനും വ്യക്തതയില്ല.